ശ്രീരേഖ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഔദ്യോഗികമായി തന്നെ കൊടുത്തു കഴിഞ്ഞു. അത് സംബന്ധിച്ചുള്ള കേസ് എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു യോഗം കഴിഞ്ഞു പോയി. കേസ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എറണാകുളം നോർത്ത് പോലീസ് കേസ് എടുക്കുന്നു. ഇനി അന്വേഷണം കാര്യങ്ങളും വരും. സർക്കാരിന് ഒരു പക്ഷേ ഇത് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഇത്തരത്തില് ഒരു നടപടി എടുക്കേണ്ടി വരും എന്നറിയാവുന്നത് കൊണ്ട്. കാരണം അത്രത്തോളം കലുഷിതമാണ് ഇപ്പോ മീഡിയകളും സോഷ്യൽ മീഡിയയും ഒക്കെ എടുത്തിട്ട് അലക്കാണ് ഓരോ മേഖലയിലുള്ളവരും. ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ളവർ ഇത്രയധികം പ്രതിസന്ധി ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്നു, മുഴുവൻ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഉടച്ചു വാർക്കേണ്ടതാണ്, അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്, അമ്മ കർശനമായ നടപടി എടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനർത്ഥം ഇത്തരത്തിൽ നടപടി കൃത്യമായി എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചലച്ചിത്ര അക്കാദമിയുടെ തലതൊട്ടൊപ്പം തന്നെ രാജിവെച്ചിട്ട് ഒരു പീഡന കേസിൽ അകത്തു പോകുകയാണ്. അഥവാ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് ശ്രീരേഖ മിത്ര അഭിനയിക്കാൻ വിളിച്ചിട്ട് അവിടെ വന്ന് ലൈംഗിക ചുവയോടെ സ്പർശിച്ചു എന്നതാണ് കേസ്. അപ്പോൾ സ്വാഭാവികമായും കേസ് വരും, അറസ്റ്റ് വരും, റിമാൻഡിൽ ചിലപ്പോൾ പോകേണ്ടി വരും, ചിലപ്പോ അകത്ത് കിടക്കേണ്ടി വരും. അതൊക്കെ ഇനിയുള്ള വരും ദിവസങ്ങളിലെ ഒരു കാഴ്ചയാണ്, നിത്യ കാഴ്ചയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോ രഞ്ജിത്ത് അല്ലെങ്കിൽ സിദ്ദീഖ് അതല്ലെങ്കിൽ മറ്റുള്ളവർ ഒന്നിനു പുറകെ ഒന്നായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, പകരം നിയമിക്കുന്നവർ, അമ്മയിൽ പകരം നിയമിക്കാൻ ഉദ്ദേശിക്കുന്നവർ പോലും സംശയത്തിന്റെ മുൾമുനയിൽ അവർക്കെതിരെ പോലും ആരോപണവുമായി ജൂനിയർ നടികൾ മുന്നോട്ട് വരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ചെറിയ ഒരു കളിയല്ല കളിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. ഏതായാലും ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെ കേസ് വരുന്നു. എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ശ്രീരേഖ മിത്ര രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ശ്രീരേഖ മിത്രയുടെ ഈ പരാതിക്ക് പുറമെ കൂടുതൽ പേർ രേഖാമൂലം പരാതി കൊടുക്കാൻ തയ്യാറാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ 4.5 വർഷം പൂഴ്ത്തി വെച്ചിരുന്ന ഒരു റിപ്പോർട്ട്, ഈ 4.5 വർഷം പൂഴ്ത്തി വെച്ചിരുന്ന ഈ റിപ്പോർട്ട് അങ്ങനെ തന്നെ ഇരിക്കും എന്ന് കരുതിയപ്പോ അതിൽ യാതൊരു തുമ്പും വാലുമില്ലാതെ ആ റിപ്പോർട്ടിന്റെ 240 പേജ് മാത്രം പുറത്തു വിട്ടപ്പോ ഇത്രയധികം വിഷയം ഉണ്ടാവുമെന്ന് കരുതിയില്ല. സാധാരണഗതിയിൽ തങ്ങളെ പീഡിപ്പിച്ചാലോ തങ്ങളെ മറ്റ് ഏതെങ്കിലും രീതിയിൽ ശല്യപ്പെടുത്തിയാലോ ഒന്നും മുഖം വെളിവാക്കി സ്ത്രീകൾ മുന്നോട്ട് വന്ന ചരിത്രമൊന്നുമില്ല. എന്നാൽ പതിവിന് വിപരീതമായി സിനിമാ രംഗത്തുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റുള്ളവരും മുൻനിരക്കാരും എല്ലാം മുഖം വെളിവാക്കി വന്നുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ്. അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നു. അതിന്റെ ആദ്യപടി എന്നോണമാണ് ശ്രീരേഖ മിത്രയുടെ പരാതിയിന്മേൽ രഞ്ജിത്തിനെതിരെ നടപടി വരുന്നത്. സ്വാഭാവികമായും ഇനി കൂടുതൽ പരാതികൾ വരും. കൂടുതൽ പരാതികൾ വരുമ്പോൾ ഈ സ്പെഷ്യൽ അന്വേഷണ വിഭാഗം അതിന് കേസുകൾ എടുക്കേണ്ടി വരും. അങ്ങനെ കേസുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ മേൽ നടപടികൾ വരും. ഇതുവരെ കളിച്ച കളി ഇനി കളിക്കാൻ പറ്റില്ല. അതായത് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ 4.5 വർഷത്തിന് മുമ്പ് ഒരു പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടുതൽ പീഡനങ്ങൾ ഒഴിവാക്കാമായിരുന്നു, കൂടുതൽ കേസുകൾ ഒഴിവാക്കാമായിരുന്നു. ഈ 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് മൂടി വെച്ചതിലൂടെ ഉണ്ടായിരുന്ന കേസുകൾക്ക് കൂടി ഇനി സമാധാനം പറയേണ്ടി വരും. പിന്നെ ഇത്തരത്തിലുള്ള സിനിമയിലുള്ള പീഡന കേസ് ആയതുകൊണ്ട് ഒരു വ്യക്തിയിൽ തന്നെ ഒന്നിലധികം ഒരുപക്ഷെ ഒരുപാട് കേസുകൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് ഒരു ചരിത്രമായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല.